എല്ലാ ടീമിനെ പോലെ തന്നെ ഈ സീസണിലും കപ്പടിക്കുക എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ട്രിവാൻഡ്രം റോയൽസിനുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കോമ്പിനേഷൻസും നമ്മൾ ടീം സെലക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കപ്പടിക്കുന്നതിന് മേലെയായിട്ട് തന്നെ ഒരു ടീം കൾച്ചർ ബിൽഡ് ചെയ്യുക. ഇനി വരുന്ന സീസണിലും ടീമിനൊരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ്, ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു ടീമിനെ ട്രിവാൻഡ്രം റോയൽസിനെ മാറ്റിയെടുക്കുക എന്നുള്ളതും ഞങ്ങളുടെ ലക്ഷ്യമാണ്. കഴിഞ്ഞ സീസണിൽ വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ടാണ് ടീമിനെ സെറ്റ് ചെയ്യാൻ നമുക്ക് റിസർച്ച് ചെയ്യാനും നമുക്ക് ലഭിച്ചത്. വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാഡ് ലോസ് ആയിരുന്നു സെമി ഫൈനലിൽ. പക്ഷേ കിട്ടിയ ഒരു ടീമിനെ വെച്ചിട്ട് സെമി ഫൈനലിൽ എത്തുക വരെ എന്നുള്ളത് തന്നെ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ ക്യൂസ് എടുക്കുകയാണെങ്കിൽ ഈ വർഷം നമ്മൾക്ക് വന്ന ചില പാളിച്ചകൾ ടീം കോമ്പിനേഷൻസിൽ മെയിൻലി നമ്മളിപ്രാവശ്യം അത് ഓപ്ഷനിലൂടെ റിക്കവർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പാനിക് സിറ്റുവേഷൻ റിക്കവർ ചെയ്യുക എന്നുള്ളത് T20 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ബോളുകളിൽ തന്നെ കളി മാറി മറിയുന്ന ഒരു ഫോർമാറ്റാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നാൽ വാട്ട് ഈസ് ദ പ്ലാൻ ബി എന്നുള്ളത് ഈ ടീമിന് നന്നായിട്ട് അറിയാം. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു കോമ്പിനേഷൻ നോക്കുമ്പോൾ നമ്മളുടെ ഒരു മിസ്സിംഗ് ലിങ്ക് ഒരു സ്ട്രോങ് ഓൾറൗണ്ടർ പേസ് അറ്റാക്ക് ആയിരുന്നു, പ്ലസ് ഒരു ഫുൾ ടൈം പേസർ. അപ്പോൾ ഈ കോമ്പിനേഷനിൽ ബേസിൽ തമ്പി, നിഖിലം രണ്ടുപേരും പേസ് ബോളേഴ്സാണ്. രണ്ടുപേരും റീസണബിളി ഗുഡായിട്ട് ബാറ്റ് ചെയ്യുന്ന കളിക്കാരാണ്. അപ്പോൾ ആ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് ഈ പ്രാവശ്യത്തെ ഒരു ടീം സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു ബാലൻസ് വന്നിട്ടുണ്ട് ടീമിന്. സോ വി ഹാവ് എ ടോപ്പ് ഓർഡർ ബാറ്റിംഗ്, വി ഹാവ് എ വെരി സ്ട്രോങ് പേസ് അറ്റാക്ക്, ഗുഡ് ഓൾറൗണ്ടേഴ്സ് ആൻഡ് ദെൻ ഫിനിഷേഴ്സ്. അബ്ദുൽ ബാസിദിനെ തിരിച്ച് കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജി വളരെ സക്സസ്ഫുള്ളായി ഓപ്ഷനിൽ നടന്നു. ചിലർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അബ്ദുൽ ബാസിനെ വിട്ടുകൊടുത്തത് എന്താണെന്നുള്ളത്. അത് നമ്മുടെ സ്ട്രാറ്റജി ആയിരുന്നു തിരിച്ചെടുക്കുക എന്നുള്ളത്. that's going to help our team very well. ബാസിദ് എന്നുള്ള ഒരു പ്ലെയറിൻ്റെ ഇൻസ്റ്റിങ്സിനെ ഞങ്ങളാരും റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ബാസിദ് ഈസ് എ വെരി റോ തിങ്കിങ്, വെരി ലൈക്ക് യു സെഡ് വെരി ഷ്രൂഡ് തിങ്കിങ്, ഓൺ ദ ഗ്രൗണ്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ സോ വി വിൽ ലെറ്റ് ഹിം ഫ്രീ, സോ ഹി വിൽ പ്ലേ ഹിസ് ഗെയിം. And of course the team coach will work with Basid on the team strategy. അദാനി ട്രിവാൻഡ്രം റോയൽസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിനെ തന്നെയാണത്. അപ്പോൾ ബേസിക്കലി ഇവിടുത്തെ ലോക്കൽ ക്രൗഡിനെ, ഫാൻസിനെ മാക്സിമം ഹാപ്പി ആക്കുക, അവർക്ക് നല്ല ഒരു ഷോ പെർഫോം ചെയ്യുക എന്നുള്ളത് ഒരു മോട്ടീവ് തന്നെയാണ് ടീമിൻ്റെ. ഇത്തവണ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ഗെയിം കളിക്ക് സീസണിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ പല ഇവൻറ്റ്സും ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലോക്കൽ കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കി മാക്സിമം ക്രൗഡിനെ വെന്യൂസിൽ എത്തിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി കൂടി KCA എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ടീം ഫ്രാഞ്ചൈസിനും പ്രത്യേകിച്ച് അദാനി ട്രിവാൻഡ്രം റോയൽസ് അതിനായിട്ട് ഒരു പ്രൊമോഷണൽ ഇവൻറ്റ്സ് തന്നെ ഹോൾഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ചില പ്ലെയേഴ്സ് നമ്മൾ ടീം റീറ്റെയിൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ചില 2-3 പ്ലെയേഴ്സ് നമ്മൾ റീറ്റെയിൻ ചെയ്തിരുന്നു. ഈ പ്ലെയേഴ്സിനെ വലിയ ഫ്യൂച്ചർ കാണുന്ന പ്ലെയേഴ്സാണ്. ബിയോണ്ട് ട്രിവാൻഡ്രം റോയൽസ്, നമ്മൾ ട്രിവാൻഡ്രം റോയൽസ് എന്നുള്ളൊരു ടീമിന് വേണ്ടി കളിക്കാമെന്ന് മാത്രമല്ല, അവരുടെ കരിയറിനെ ഇതെങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ലെവലിലോട്ട് എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മോട്ടീവ് കൂടി ഈ ടീമിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ റീറ്റെയിൻ ചെയ്ത പ്ലെയേഴ്സിന്, സ്പെഷ്യലി ഗോവിന്ദ് പൈനെ ഞങ്ങൾ ഏറ്റവും ആദ്യം ഒന്നും ആലോചിക്കാതെ റീറ്റെയിൻ ചെയ്ത പ്ലെയറാണ് ഗോവിന്ദ് പൈ. വളരെ ഫ്യൂച്ചറുള്ളൊരു ഒരു ടാലൻ്റാണ്. കഴിഞ്ഞ സീസണിൽ, കഴിഞ്ഞ ലാസ്റ്റ് 1 സീസണിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഗോവിന്ദ് പൈ വിൽ ബി വൺ ഓഫ് ദ കീ മെമ്പർ ഓഫ് ദിസ് ടീം ഗോയിങ് ഫോർവേഡ് ഓൾസോ. ഇപ്രാവശ്യം ഗോവിന്ദ് പൈ അതേ പൊസിഷനിൽ തന്നെ കളിക്കാനാണ് കൂടുതൽ ചാൻസ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന തന്നെയാണ് ഞങ്ങളുടെ he is a very matured player with that age. കഴിഞ്ഞ സെമി ഫൈനൽസിലും അത് തെളിയിച്ചതാണ്. we are hoping he will do better this time as well.
ഈ ടീമിനകത്ത് കുറച്ച് ഹിഡൻ ജെംസിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ ദർ ആർ സം റിയൽ ഗുഡ് പ്ലേയേഴ്സ്, ന്യൂ കമേഴ്സ് ഉണ്ട് ഈ ടീമിനകത്ത്. ദേ ആർ അണ്ടർ ദ റഡാർ. ഞാൻ ഫുൾ സ്ട്രാറ്റജി പറയുന്നില്ല. ദേ മൈ ബി ദ സർപ്രൈസ് എലമെൻറ്റ് ഫോർ ദിസ് ടൂർണമെൻറ്റ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വി ഹാവ് സം ഗുഡ് ഓൾറൗണ്ടേഴ്സ് ദാറ്റ്, അത്രയും പറയാം. അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ ആദ്യമായിട്ടാണ് അവർ എക്സ്പോസ്ഡ് ആവുന്നത്, ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയ വെന്യൂവിൽ അവർ എക്സ്പോസ്ഡ് ആവാൻ പോകുന്നത്. വി ആർ എക്സ്പെക്ടിങ് ദർ മൈറ്റ് ബി എ ഗുഡ് സർപ്രൈസസ് ദിസ് സീസൺ. Manoj is a very well leader, and he commands respect from all the players. Very well experienced. So കോമ്പിനേഷനും T20 സ്ട്രാറ്റജിയിൽ മനോജ് is very good. ഇപ്രാവശ്യം മനോജിൻ്റെ ഗൈഡൻസിൽ നമ്മുടെ കുട്ടികൾ നമ്പർ 1 ആയിട്ട് വരും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്രാവശ്യം ഒരു വെടിക്കെട്ടായിരിക്കും. തൃശ്ശൂർ പൂരത്തിനായിരിക്കും വെടിക്കെട്ട്, പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും ആ വെടിക്കെട്ട്. എക്സ്പെക്ട് ദ ബിഗ് ഫയർ വർക്ക്സ്. First of all, I want to thank you KCA for holding this event. നമ്മൾ പ്രതീക്ഷയെക്കാട്ടും നന്നായിട്ട് ഫസ്റ്റ് സീസൺ കൺക്ലൂഡ് ചെയ്യാൻ പറ്റി. അതിൻ്റെ മൈലേജ് നമുക്ക് ഇനി വരുന്ന ഇയേഴ്സിനാണ് കിട്ടാൻ പോകുന്നത്. KCA കഴിഞ്ഞ പ്രാവശ്യം വളരെ ചെറിയൊരു വിൻഡോയിലാണ് അവർ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയത്. ആ ഒരു വിൻഡോയിൽ നോക്കുമ്പോൾ KCA has done tremendously well job in organizing such an event. അപ്പോൾ ഈ വർഷം നമുക്ക് അതിനെക്കാട്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് I am pretty sure that KCA will do a wonderful job. Especially thanks to the president and the secretary and the treasurer, all of them who are actively working in this regard. എല്ലാവരും ഒരു പാഷനും ഒരു ബിസിനസ്സും ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ മോട്ടീവ്സ്. പാഷൻ മാത്രം ഉണ്ടായാൽ പോരാ, വി നീഡ് ടു ഹാവ് ദ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഓൾസോ കറക്റ്റ്. കഴിഞ്ഞ വർഷത്തെക്കാട്ടും വി ആർ എക്സ്പെക്ടിങ് എ മച്ച് ബിഗർ ഓഡിയൻസ് ഇൻ ടേംസ് ഓഫ് വ്യൂവർഷിപ്പ് ഇൻ ബോത്ത് TV and other channels, plus the audience on the ground as well. KCA ഒരുപാട് എഫേർട്ട് ഇപ്പോൾ ഇതിനടുത്ത് സെക്കൻഡ് സീസണിന് വേണ്ടി എടുക്കുന്നുണ്ട്. ദേ ആർ ഹോൾഡിങ് എ റോഡ് ഷോ സ്റ്റാർട്ടിങ് ഫ്രം കണ്ണൂർ. താങ്ക്സ് ടു ഓൾ ഓഫ് ദം. മാത്രമല്ല മറ്റ് ഇപ്പോൾ ഫ്രാഞ്ചൈസി ടീം ഓണേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ പാഷനേറ്റ് ആണ്. ഓരോരുത്തരും പലർക്കും ക്രിക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് കുറേ വർഷങ്ങളായിട്ട് ക്ലബ്ബ് നടത്തുന്ന ആൾക്കാരാണ്. അതിൻ്റെയൊക്കെ ഒരു പാഷൻ ഈ ഓൾറെഡി ഈ ഫ്രാഞ്ചൈസിനകത്തുമുണ്ട്. പുതിയ ഒരു ബിസിനസ് ആംഗിളിൽ മാത്രം വന്ന് കാണുന്ന ടീമുകൾ ഈ 6 ഫ്രാഞ്ചൈസിയിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വാട്ട് എവർ ഇൻ ദെയർ കപ്പാസിറ്റി ദേ ആർ ട്രൈങ് ടു വർക്ക് ടുഗദർ ടു ഹെൽപ്പ് ദിസ് ഫ്രാഞ്ചൈസി ദിസ് ലീഗ് ഗ്രോ ആൻഡ് ടു ദ ബിഗർ സ്റ്റേജസ്, ബിഗർ ലെവൽസ്. ക്രിക്കറ്റ് പാഷനേറ്റ് ആയിട്ടാണ് ഞങ്ങൾ പാഷൻ്റെ ഒരു പുറത്താണ് ടീം റൺ ചെയ്യുന്നുണ്ടെങ്കിലും ബിസിനസ് സൈഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം അദാനി ഗ്രൂപ്പ് നമ്മളെ ബാക്ക് ചെയ്യുന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പ്ലസ് ആണ്. ദേ ആർ സപ്പോർട്ടിങ് അസ് ഫോർ ദ ഫസ്റ്റ് സീസൺ ആൻഡ് ത്രൂ ഔട്ട് ദ സെക്കൻഡ് സീസൺ ആസ് വെൽ. ഗ്രാസ് റൂട്ട് ലെവലിൽ ക്രിക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദാനി എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അദാനി ഗ്രൂപ്പ് നമ്മൾ വുമൻസ് ക്രിക്കറ്റ് ലീഗ് ഇവിടെ വന്നപ്പോൾ ഒരു 1 day ടൂർണമെൻറ്റ് അവർ സപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മളൊരു ടീമിനെ കൊണ്ടുവന്നിരുന്നു. വി വൺ ദ കപ്പ് ആസ് വെൽ. ഈ സീസണിന് മുമ്പായിട്ട് തന്നെ ഞങ്ങളൊരു ടൂർണമെൻറ്റ്, ഒരു ചെറിയ ടൂർണമെൻറ്റ് 1 day ഇവൻറ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അദാനിയുടെ സപ്പോർട്ട് മോർ ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രമല്ല, അവരുടെ കുറച്ച് ടെക്നിക്കൽ സപ്പോർട്ടും കൂടി അവർ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്യൂച്ചർ ഐ തിങ്ക് വി വിൽ ബി എ വെരി സ്ട്രോങ് പാർട്ട്നേഴ്സ് ടുഗദർ. അദാനിയെ പോലെ തന്നെ നമ്മളുടെ കൂടെ നിൽക്കുന്ന കല്യാൺ ജ്വല്ലേഴ്സ്, ദേ ആർ വൺ ഓഫ് ദെയർ സ്ട്രോങ് പാർട്ട്നേഴ്സ്. ബ്രിഡ്ജ്വേ മോട്ടോഴ്സ് ആൻഡ് ഇൻഡസ് ഗ്രൂപ്പ്. Jain University is another sponsor who has helped us in the first season and they are with us in the second season as well. എല്ലാവരും വളരെ ഹാപ്പിയാണ് ഈ ലീഗിനോട്. ഇനിയും വരുന്ന വർഷങ്ങളിൽ അവരുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.